അറസ്റ്റിലായ ഒരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അപ്പം ജാമ്യം കിട്ടിയപ്പോൾ ഇനി എന്തും ആകാമെന്നുള്ള രീതിയിലുള്ള സംസാരമാണ് കാണുന്നത്. പക്ഷേ ചങ്ങനാശ്ശേരി DYSP ആശാ സാർ പറയുന്ന എന്താണെന്ന് കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രതിയെ സന്ദീപ് എടപ്പാൾ സ്വദേശിയാണ്. അയാളുടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആ കേസിൽ ഉൾപ്പെട്ട 2 മൊബൈൽ ഫോണും ലാപ്ടോപ്പും സീസ് ചെയ്ത് കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. എനിക്ക് വ്യക്തിയുമായിട്ട് യാതൊരു മുൻപരിചയമോ ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. അവർക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പ്രതീക്ഷിച്ച് ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി അവര് ഇങ്ങനെ യൂട്യൂബർമാര് അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഇടുന്നത് ശക്തമായ നിയമ നടപടികളിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമം പോലീസ് ചെയ്തു വരുന്നുണ്ട്. ഇനി ആവർത്തിച്ചാൽ ഇതിലും കഠിനമായ രീതിയിലുള്ള നോൺ വെയിലബിൾ സെക്ഷൻസ് തന്നെ ഇട്ടിട്ട് നമ്മൾ റിമാൻഡിലോട്ട് കടക്കുന്ന രീതിയിലുള്ള നടപടിയെടുക്കും. ബഹുമാനപ്പെട്ട DYSPയുടെ വാക്കുകൾക്ക് ഒരല്പം പോലും വില കൽപ്പിക്കാതെ കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ കാറിലിരുന്ന് തന്നെ അദ്ദേഹം വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഇനിയും തിരുമേനിയെ പറ്റിയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ്. സത്യാവസ്ഥ വെളിപ്പെടുമെന്ന്. യഥാർത്ഥത്തിൽ തിരുമേനിക്ക് അറിയാത്ത സത്യാവസ്ഥ ഈ യൂട്യൂബർക്ക് എങ്ങനെ അറിയാം? ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും കള്ളക്കഥകൾ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തുക എന്നത് എന്ത് ഉദ്ദേശത്തിലാണ്? ആരെ നന്നാക്കാനാണ്? പോലീസുകാരെ നന്നാക്കാനോ, അതോ ഈ നാട്ടിലെ നിയമം മാറ്റി എഴുതാനോ, അതോ സമൂഹത്തെ നന്നാക്കാനാണോ? എന്ത് നടപടിയാണ്? അതും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ DYSP ഇത്തരത്തിലൊരു വ്യക്തിഹത്യ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ ഇടുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയിരിക്കുന്നത്? ഒരു കൂട്ടം യൂട്യൂബേഴ്സാണോ? ബഹുമാനപ്പെട്ട നിയമപാലകർ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം. ഇതിനൊരു അവസാനം ഉണ്ടാക്കുകയും വേണം. ധാരാളം ആൾക്കാർ പല മനുഷ്യരെയും ദ്രോഹിക്കുന്നു. അവർക്ക് ആരെങ്കിലും സഹായിച്ചാൽ ആ സഹായം കിട്ടാതിരിക്കാൻ വേണ്ടി അവരെ മാക്സിമം വീഡിയോ ഇട്ട് ഉപദ്രവിക്കുകയാണ്. അതൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടണം. അത് കൊണ്ടുവരണം. ഇതിൽ പ്രവർത്തിക്കുന്നവരെ ഇതിന് തടയിടണം. അതായത് കണ്ണിച്ചോരയില്ലാതെ മനുഷ്യരെ ദ്രോഹിക്കുന്ന ഇത്തരം യൂട്യൂബർമാരെ തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടുത്തണം. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതിനായി തീർച്ചയായിട്ടും നിയമപാലകർ മുന്നിട്ടിറങ്ങുക തന്നെ വേണം. എന്താണ് ഇത്ര പ്രചോദനം? ഇവരെന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് വേണോ ഇത്തരത്തിലുള്ള പ്രവർത്തനം? ഈ രീതിയിലുള്ള സംസാരമല്ല മറ്റു യൂട്യൂബേഴ്സിന് ഒരു പ്രചോദനം കൊടുക്കുകയാണ്. കാരണം ഈ നാട്ടിലെ നിയമവും പോലീസും ഒന്നും ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള ഒരു അറിവാണ് ഈ വാക്കുകളിലൂടെ കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര, ഇത്തരത്തിൽ ആൾക്കാരെ വ്യക്തിഹത്യ നടത്തുന്നത് ദയവായി നിങ്ങളൊന്ന് ഒഴിവാക്ക്. അവരെ വെറുതെ വിട്. അവർ ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ്. അവർക്കും ഒരു ജീവിതമുണ്ട്. അവരെ ഇല്ലാക്കഥ പറഞ്ഞ് അവരെ വേദനിപ്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് വേറെ കണ്ടൻറ്റ് കിട്ടും. ഇതല്ല കണ്ടൻറ്റ്. ഒരു മനുഷ്യനെ കുത്തി നോവിച്ചുകൊണ്ട് ഇടുന്നതല്ല കണ്ടൻറ്റ്. ഒന്ന് മനസ്സിലാക്ക്.